ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥന്മാരെ നോക്കൂ. മിസ്റ്റർ സെൻകുമാർ തൊട്ട് ഇങ്ങോട്ടുള്ളത് ജേക്കബ് തോമസ്, പി വിജയൻ, പോലീസിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. IAS അത്രയില്ല, പ്രശാന്ത്, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ നോക്കൂ. പിണറായി വിജയൻ നടപടിയെടുത്ത ഓരോ ഉദ്യോഗസ്ഥനും കൈക്കൂലി വാങ്ങിക്കാത്ത, ഓണസ്റ്റായിട്ടുള്ള, അവനവൻ്റെ സമ്പാദ്യം മാത്രമുള്ളവനും നേരായ കാര്യം ഫയലിലും പുറത്തും പറയുന്ന ആൾക്കാരെ മാത്രമാണ്. ആഘോഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരാണ്? അനധികൃത ധനസമ്പാദനം നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നവരാണ്. യാതൊരു നേരും നെറിയുമില്ലാതെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയും സാമ്പത്തിക അജണ്ടയും മുന്നോട്ടെടുക്കാൻ സഹായിച്ചിട്ടുള്ളവരാണ്. അത് ഞാൻ പറയുന്നതിൽ എന്താ വിഷമം? ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടക്കുന്ന വളരെ ലളിതമായ കാര്യമാണ്. ശ്രീ പിണറായി വിജയന് അധികാരം നഷ്ടപ്പെട്ടിട്ടൊരു ജീവിതമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ സ്ഥിരം ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊട്ടാര സദൃശ്യമായ ക്ലിഫ് ഹൗസിലെ ജീവിതം ഈ നിമിഷം വരെ 10 വർഷം കൊണ്ട് ഏതാണ്ട് എൻ്റെ നോട്ടത്തിൽ ഒരു 120 കോടിയുടെ സ്വകാര്യ ചെലവുകൾ അദ്ദേഹം സർക്കാരിനെ കൊണ്ട് എടുപ്പിച്ചു കഴിഞ്ഞു. സ്വകാര്യ ചെലവെന്ന് ഞാൻ പറഞ്ഞാൽ ചിലത് അർഹതയുള്ളതാണ്, ചിലതല്ലാത്തതാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൻ്റെ മോടി പിടിപ്പിക്കൽ തൊട്ട് സ്വന്തം മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് വരെയുള്ള ചിലവുകൾ കൂട്ടിയാൽ പിണറായിയുടെ ചിലവെന്ന് പറയുന്നത് 100-120 കോടിയാണ്.